എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെൻറ്റ് ലഭിച്ചവർ അഡ്മിഷൻ നിർബന്ധമായും എടുക്കേണ്ടതാണ്. എന്താണ് അഡ്മിറ്റ് കാർഡ് എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് വരുമ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ ആവരുത്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശിക്കുക. ശേഷം അഡ്മിഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ശേഷം UG അഫിലിയേറ്റഡ് കോളേജസ് ആൻഡ് പ്രോഗ്രാം എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ആപ്ലിക്കേഷൻ ID യും പാസ്വേഡും വെരിഫിക്കേഷൻ കോഡും നൽകി ലോഗിൻ ചെയ്യുക. വെരിഫിക്കേഷൻ കോഡ് അതിൻ്റെ അടിയിൽ തന്നെ ഒരു കറുത്ത കോളത്തിൽ 5 അക്ക കോഡ് ഉണ്ടാകും. അതാണ് വെരിഫിക്കേഷൻ കോഡ് എന്ന് പറയുന്നത്. നൽകി ലോഗിൻ ചെയ്യുക. കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു. സോറി, യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളെല്ലാം നിർബന്ധമായും അഡ്മിഷന് ഹാജരാകേണ്ടതാണ്. അത് നിങ്ങൾക്ക് ഏത് കോളേജിലാണോ അഡ്മിഷൻ ലഭിച്ചത് ആ കോളേജിൽ ചെന്ന് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അതായത് ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച മുഴുവൻ വിദ്യാർത്ഥികളും പെർമനൻ്റ് അഡ്മിഷനും, സെക്കൻഡോ അതിന് താഴേക്കോ ഉള്ള അലോട്ട്മെൻറ്റ് ലഭിച്ചവർ മുഴുവൻ ടെമ്പററി അഡ്മിഷനും എടുക്കേണ്ടതാണ്. ഇനിയിപ്പോൾ സെക്കൻഡോ അതിന് താഴേക്കോ ലഭിച്ചവർക്ക് വേണമെങ്കിൽ പെർമനൻ്റ് ആക്കാം. അല്ല, ഈ സെക്കൻഡോ അതിന് താഴേക്കോ ഉള്ളവർക്ക് മാത്രമേ ടെമ്പററി അഡ്മിഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച വിദ്യാർത്ഥികൾക്കൊന്നും ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ടെമ്പററി എടുക്കാൻ സാധിക്കില്ല. അവർ പെർമനൻ്റ് ആയിട്ട് തന്നെ ജോയിൻ ചെയ്യേണ്ടതാണ്. എന്താണ് അഡ്മിറ്റ് കാർഡ് എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുമ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോയാണ് അഡ്മിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ +1 അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറയും. അത് നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകൾ പ്രസിദ്ധീകരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ എന്ത് ചെയ്യും, അവിടെ പോസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഓർഡർ, അത് നിങ്ങളെ എന്ത് ചെയ്യും. ഇപ്പം എനിക്ക് കിട്ടിയത് തേർഡ് അലോട്ട്മെൻറ്റാണ്. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിലാണ് എന്നെ പോസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഓർഡർ കിട്ടിയത്. അപ്പോൾ എന്ത് ചെയ്യും, അതുപോലെ തന്നെയാണ് അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത്. നിങ്ങളെ എന്ത് ചെയ്യും, ഏത് കോളേജിലാണോ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നത് ആ കോളേജിൽ നിങ്ങളെ പോസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഓർഡറാണ് അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ചവർ മുഴുവൻ അഡ്മിഷന് നിർബന്ധമായും ഹാജരാകേണ്ടതാണ്. കാത്തിരിക്കാം ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി. പുതിയ വീഡിയോ കാണാം. അതുവരെയും ബൈ. മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടക്, ദ കരിയർ ഗൈഡൻ. താങ്ക് ഫോർ വാച്ചിങ്.